കനത്ത മഴയിൽ വെള്ളമുയർന്ന പ്രതിസന്ധിയിലായിട്ടും വിധിയെ വെല്ലുവിളിച്ച് പോരിനിറങ്ങുകയാണ് കുട്ടനാട്ടിലെ തെക്കേക്കര ബോട്ട് ക്ലബ്ബ്. ഇത്തവണ ജലരാജാവ് കാരിച്ചാൽ ചുണ്ടന്റെ ചുമലിലേറിയാണ് തെക്കേക്കര നെഹ്റു ട്രോഫിയിൽ അംഗത്തിന് ഇറങ്ങുന്നത്. കഴുത്തിനൊപ്പം വെള്ളമെത്തിയാലും അതിനു മുകളിൽ തോണി. അതാണ് കുട്ടനാട്ടുകാർക്ക് ശീലം. പക്ഷേ ഇക്കുറി അവരിൽ ചിലരൊന്ന് ഭയപ്പെട്ടു. വള്ളം കളിയാണേ വരണത്. എന്നാൽ പിന്മാറാൻ അവർ ഒരുക്കമായിരുന്നില്ല. ജന്മനാ കൈവശം വന്ന ആ മനക്കരുത്തിൽ നിന്ന് ഈ മഴവെള്ളത്തെയും അവർ അതിജീവിച്ചു. അതിജീവനത്തിൻ്റെ തുഴയെടുത്തുകൊണ്ട്, ഒപ്പം അവിശ്വസനീയതയുടെ ആ അവതാരത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട്. പുന്നമടയിൽ ഇക്കുറി തെക്കേക്കര ബോട്ട് ക്ലബ്ബ് എത്തുന്നത് വിജയം മാത്രം പ്രതീക്ഷിച്ചാണ്. ഒപ്പമുള്ളത് ജലചക്രവർത്തി കാരിച്ചാൽ കൂടിയാകുമ്പോൾ ആത്മവിശ്വാസവും ഇരട്ടിയാണ്. കുട്ടനാട്ടുകാർക്ക് പൊതുവെ വെള്ളപ്പൊക്കത്തിലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ക്യാമ്പ് രാത്രിക്ക് മാറ്റി ഇവിടെ ടൗണിൽ കൊണ്ടുവന്ന് പുന്നമട, അതായത് വള്ളം കളി നടക്കുന്ന സ്ഥലത്താണ് നമ്മുടെ മത്സരം പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം കപ്പിൽ കുറഞ്ഞ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരിച്ചാൽ എന്ന വള്ളമായതുകൊണ്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുതലാണ്. വെള്ളപ്പൊക്കത്തിൽ പ്രതിസന്ധി നേരിട്ടപ്പോഴും പതറാതെ അവർ പുന്നമടയിലേക്ക് തന്നെ തങ്ങളുടെ ക്യാമ്പിനെ പറിച്ചു നട്ടു. കഠിനമായ പരിശീലനവും കെട്ടടങ്ങാത്ത ആവേശവുമായി അവർ പോരിനിറങ്ങുകയാണ്. ജലത്താൽ മുറിവേറ്റവർ ജലരാജാക്കന്മാരായി ഉയർത്തെഴുന്നേൽക്കുവാൻ. ആർ ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ.